എൻ്റെ പേര് ജെയിംസ് എന്നാണ്, ജെയിംസ് കുട്ടി തോമസ്. ഞാൻ റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഇലക്ട്രോണിക്സ് അല്ല, ഇലക്ട്രിക്കലാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷനും അല്ലെങ്കിൽ സേഫ്റ്റി, പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ മേഖല എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട്. സോളാറുമായിട്ട് എനിക്ക് വലിയ ബന്ധങ്ങളൊന്നുമില്ല. നമ്മളൊരു സോളാർ വെച്ച്, പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് സോളാറുമായിട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ 2021 പെൻഷനായത്. സോളാറ് സംബന്ധിച്ച് നമുക്ക് ഇലക്ട്രോണിക് സൈഡിലേക്ക് കാര്യങ്ങളൊന്നും ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അറിയാവുന്നൊക്കെ പറയാം. അതിനകത്ത് ഇലക്ട്രോണിക്സ് മാറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ ആ വക കാര്യങ്ങൾ ഞാൻ ഡീപ്പ് നോളജ് ഉള്ള ആളൊന്നുമല്ല. നമുക്ക് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളും ഉണ്ട്. പിന്നെ പൊതുവായിട്ട് നമുക്ക് ഒരു സബ്ജക്റ്റും ഇല്ലാത്ത, വിഷയമൊന്നുമില്ലാത്ത സോളാറിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പൊതുവിവരങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ആണ് ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കൊരു കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അത് 10,000 പേര് സോളാർ വെച്ചവർ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ സോളാറിനെ സംബന്ധിച്ച് ചെയ്യും. അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദിവസേന ഒരു 5-10 കോളെങ്കിലും സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വിളിക്കും. ഇന്നും ഒരു 4-5 കോള് വന്നു. ചില കോളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വലിയ സന്തോഷമാണ്. പക്ഷേ അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, സ്ഥിരം കാര്യങ്ങൾ തന്നെ പലരുടെ അടുത്തും നമ്മൾ പറയുന്നത്. ഇതുപോലൊരു ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത ഒരുപാട് പേർക്ക് അത് പ്രയോജനം വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊന്നും ശ്രമിച്ചത്. അപ്പൊ ഇന്നിത് നമ്മൾ സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്ന ആളിന്റെ അവരറിയേണ്ട ഒരുപാട് അടിസ്ഥാന കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈദ്യുതി ബില്ല് എങ്ങനെ കുറയ്ക്കാം, അതാണല്ലോ നമ്മുടെ ടാർഗറ്റ്. നമുക്ക് കറണ്ട് ചാർജ് കൂടി വരിക, അന്നേരമാണ് നമുക്ക് ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. ഒരു വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് ബില്ല് 0 ബില്ല് വരും. പിന്നെ നമുക്ക് കേന്ദ്ര സർക്കാർ നമുക്ക് സബ്സിഡി തരുന്നുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വൈദ്യുതി ബില്ല് കുറയ്ക്കുന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അതായത് കറണ്ട് നമുക്ക് മന്ത്ലി ഉപയോഗിക്കുന്ന യൂണിറ്റ് 250 ലിമിറ്റ്. 250 അകത്താണെങ്കിൽ നമുക്ക് ടെലിസ്കോപ്പിക് താരിഫും, 250 പുറത്താണെങ്കിൽ നോൺ ടെലിസ്കോപ്പിക് താരിഫും വരും. ഈ ടെലിസ്കോപ്പിക് താരിഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 232 യൂണിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 0 to 50ക്ക് 3 രൂപ 35 പൈസ, അങ്ങനെ ഇപ്പൊ ഇത് ഓരോന്നെടുത്ത് സ്പ്ലിറ്റ് ചെയ്തായിരിക്കും കൂട്ടുന്നത്. പക്ഷെ 250 പുറത്ത് ഒരു 352 ആണെന്നിരിക്കട്ടെ, 352 ആകുമ്പോൾ ഇതിനകത്തല്ല വരുന്നത്, ഇതിനകത്താ. അതില് ഒരു യൂണിറ്റിന് 7 രൂപ 95 പൈസ വെച്ച് ചാർജ് ചെയ്യും. അതിനാണ് നോൺ ടെലിസ്കോപ്പിക് താരിഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു താരിഫിനെ പറ്റി തന്നെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് സാധാരണ സോളാർ വെക്കാത്ത ഒരാൾക്ക് ബൈ മന്ത്ലി ബില്ലായിരിക്കും, സോളാർ വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ബില്ലായിരിക്കും. പിന്നെ കറണ്ട് ചാർജ് കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റാർ റേറ്റിംഗ് ഉള്ള മെറ്റീരിയൽസ്, ഫാനും എല്ലാം വാങ്ങിക്കുക, ഉപകരണങ്ങളെല്ലാം സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ളത് വാങ്ങിക്കുക. പിന്നെ LED ബൾബുകൾ സ്ഥാപിക്കുക. പിന്നെ BLDC ഫാനുകൾ, സാധാരണ ഫാന് 75 വാട്ട്സ് ഉള്ളവർക്ക് BLDC ആണെങ്കിൽ ഈ റേഞ്ചിലേ ഉള്ളൂ, 28 വാട്ട്സ് 30 വാട്ട്സ് ഒക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ കറണ്ട് ചാർജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 ടൈം സോണാണ് ഉള്ളത്. ഇത് കണ്ടില്ലേ, ഒന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ, വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെ, രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ. ഇതാണ് പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ, രാത്രി 6 മുതൽ 10 മണി വരെയുള്ള. അവിടെ കറണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ 125%. അതായത് ഇവിടെ ഇപ്പോൾ ഒരു 6 രൂപ എടുക്കുന്ന സാധനമാണെങ്കിൽ ആ 6ന്റെ 125% ഈ പീക്ക് ടൈമിൽ എടുക്കുന്നത്. അപ്പൊ പിന്നെ പകലാണെങ്കിൽ അതിന്റെ 90% എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പീക്ക് സമയത്ത് നമ്മൾ വൈദ്യുതി ഏറ്റവും കുറച്ച് ഉപയോഗിക്കണം, കറണ്ട് ചാർജ് കൂടുമല്ലെങ്കിൽ. അപ്പൊ ഈ വൈദ്യുതി ബില്ല് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതിൽ നമ്മളിവിടെ പരിഗണിക്കുന്നത് സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ലാഭകരം തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ ചോദ്യം തന്നെ തെറ്റാ. നമ്മുടെ വീട്ടിൽ നമ്മളൊരു ടോയ്ലറ്റ് സ്ഥാപിക്കുന്ന എന്തെങ്കിലും പ്രോഫിറ്റ് കണ്ടുകൊണ്ടാണോ? ഒരു വീടിന്റെ ഭാഗമാണ് ശരിക്കും ഈ സോളാർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ അത് ലാഭകരമാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് തന്നെ തെറ്റാ ശരിക്കും. പക്ഷേ ജനറലി നമ്മൾ ചോദിക്കും, നമ്മളൊരു ഫൈനാൻസ് ഇറക്കുമ്പോൾ പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും അത് പ്രോഫിറ്റബിൾ ആണ്. അതിന് ഒരു പേ ബാക്ക് പീരീഡ് ഉണ്ട്. നമുക്കത് ആ പേ ബാക്ക് പീരീഡ് എത്ര നാളുകൊണ്ട് ആ പൈസ മുതലാകും എന്നുള്ള ഒരു സ്റ്റഡിയാണ് ഇവിടെ ഞാൻ നടത്തിയിരിക്കുന്നത്. ഞാൻ 2-3 എക്സാമ്പിൾ പറയാം. ഒരു 2 കിലോ വാട്ട് പ്ലാന്റ് സ്ഥാപിക്കണം, എനിക്ക് മന്ത്ലി 200 യൂണിറ്റ് ആവശ്യമുണ്ട്.
മറ്റൊരു കേസ് 2 കിലോ വാട്ട് പ്ലാന്റ് വേണം, പക്ഷെ എനിക്ക് 300 യൂണിറ്റ് ആണ് ആവശ്യമുള്ളത്. പിന്നെ ഒരു കേസ് 3 കിലോ വാട്ട് 400 യൂണിറ്റ്. ഞാനൊരു 3 റേഞ്ച് എടുത്ത് ഞാനൊന്ന് കമ്പയർ ചെയ്യുക. ഇപ്പൊ ഇവിടെ 2 കിലോ വാട്ട് ആണെങ്കിൽ 200 യൂണിറ്റ് ആണ് എന്റെ കൺസംഷൻ എങ്കിൽ എനിക്ക് ചെലവാകുന്ന എനിക്ക് ഇതിനെ സ്ഥാപിക്കാൻ, ഈ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് എന്റെ മൊത്തം ചെലവ് 1.25 ലക്ഷം. അതിലെനിക്ക് 60,000 രൂപ എനിക്ക് സബ്സിഡി കിട്ടും. ബാക്കി 65,000 രൂപ മാത്രം മതി ഇത് സ്ഥാപിക്കാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ 65,000 രൂപ കറക്റ്റായിട്ട് നമ്മൾ ഓരോ മാസത്തെ ബില്ലെടുത്ത് നോക്കിയാൽ സാധാരണ ഒരു ബില്ലിന്റെ അകത്ത് നമുക്ക് എനർജി ചാർജും വരും, ഡ്യൂട്ടിയും വരും. ഇത് രണ്ടും കൂടെ വെച്ച് ഈ 200 യൂണിറ്റിന് ഒരു മാസം 200 യൂണിറ്റിന് കണക്ക് കൂട്ടിയാൽ ആ ഒരു മാസം, അതായത് എനർജി ചാർജും, അതായത് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ചാർജും പിന്നെ അതിന്റെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും കൂടെ കൂട്ടുമ്പോൾ 1108 രൂപ ഒരു മാസം നമുക്ക് ബില്ല് വരും. അതാണ് നമുക്ക് ഈ സോളാർ സ്ഥാപിക്കുന്നതിലൂടെ ലാഭം ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഒരു മാസത്തെ എടുത്തിട്ട് 12 മാസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ഇറക്കിയ 65,000 രൂപ നമുക്ക് 4 മുതൽ 5 വർഷത്തിനകത്ത് നമുക്ക് ലാഭം, അത് മുതലാകും. അതാണ് അതിന്റെ പ്രത്യേകത. ആകെ നമുക്ക് 25 വർഷം നമുക്ക് ഈ പ്ലാന്റിന്റെ ഗ്യാരണ്ടി ഉണ്ട്. അതിൽ 5 വർഷം കൊണ്ട് നമുക്ക് ആ പ്ലാന്റ് മുതലാകും. പിന്നെ ഇവിടെ 2 കിലോ വാട്ട് കഴിഞ്ഞാൽ 300 യൂണിറ്റ് ആണെങ്കിൽ ആ പേ ബാക്ക് പീരീഡ് വീണ്ടും കുറയും. 3 കിലോ വാട്ട് അല്ലെങ്കിൽ എന്റെ പ്ലാന്റ് കപ്പാസിറ്റി കൂട്ടുന്നതനുസരിച്ച് ഞാൻ കൂടുതൽ വൈദ്യുതി എടുക്കുന്നതനുസരിച്ചാണെങ്കിൽ ആ പേ ബാക്ക് പീരീഡ് വീണ്ടും കൂടും. അപ്പോൾ അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പ്ലാന്റ് സ്ഥാപിക്കുന്ന നഷ്ടമല്ല, അത് മുതലാകും. ഒരു 4-5 വർഷം കൊണ്ട് അത് നമുക്ക് മുതലാകും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്ഥാപിക്കണം. പിന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കത്തക്കവണ്ണം പ്ലാന്റിന്റെ കപ്പാസിറ്റിയും കൂട്ടി, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാനലിന്റെ എഫിഷ്യൻസി ഒക്കെ അല്ലെങ്കിൽ അതിന്റെ പവറൊക്കെ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ലാഭം കൂടുതലുണ്ടാവും. അതായത് പേ ബാക്ക് പീരീഡ് വീണ്ടും കുറയും. പിന്നെ അതില് നമ്മൾ കറണ്ട് ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു സീറോ ബില്ലെന്ന് പറഞ്ഞുകൂടെ. സീറോ ബില്ലെന്ന് പറഞ്ഞു. സീറോ ആയിട്ടല്ല, സീറോ വരത്തില്ല. പക്ഷെ അവിടെ ഫിക്സഡ് ചാർജ് മീറ്റർ വാടകയും നമ്മൾ കൊടുക്കണം. ഇതൊരു സോളാർ ബില്ലാണ്. ആ സോളാർ ബില്ലിന് വന്നത് ഫിക്സഡ് ചാർജും ഉണ്ട്, റെന്റും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ എന്തായാലും അടയ്ക്കേണ്ടി വരും. പിന്നെ എനർജി ചാർജ് വരത്തില്ല. എനർജി ആയിട്ട് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ അത് തീരും. അപ്പൊ ഇവിടെ നിങ്ങൾ 200 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ സോളാർ ഒരു ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാൾ ഉയർന്ന ലാഭം നൽകുന്ന മികച്ച നിക്ഷേപമാണ്. അതായത് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന് ബാങ്കിൽ പൈസ ഇടുന്നതിനേക്കാളും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പറയുന്ന സോളാർ എന്ന് പറയുന്നത്. ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്കറിയാം സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് പോകുന്നത്. അപ്പൊ ആ സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് കറക്റ്റായിട്ട് നമ്മുടെ പാനലിന്റെ സർഫസിൽ 90 ഡിഗ്രി ആംഗിളിൽ അല്ലെങ്കിൽ മാക്സിമം ലൈറ്റ് കിട്ടത്തക്കോണം വേണമെങ്കിൽ നമ്മൾ ഈ പാനല് തെക്കോട്ട് ഫേസ് ചെയ്യണം. വെറുതെ തെക്കോട്ട് വെച്ചാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് ഒരു ആംഗിൾ ഉണ്ട്. ഒരു 10 ഡിഗ്രി 15 ഡിഗ്രി ആംഗിളിൽ തന്നെ നമ്മൾ വെക്കണം. പിന്നെ ആ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിഴലുകൾ, ഷെയ്ഡുകളൊന്നും വരാത്ത സ്ഥലമായിരിക്കണം. പിന്നെ ഏറ്റവും നല്ല പാനലുകൾ നമ്മൾ ഉപയോഗിക്കണം. മാർക്കറ്റിൽ വളരെ ചീപ്പായിട്ട്, അതായത് ചൈന മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവര് തള്ളിക്കളഞ്ഞ പാനലുകൾ ഇവിടെ കണ്ടെയ്നറിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന കേസുകളുണ്ട്. ഒരു കാരണവശാലും അതിലേക്ക് നമ്മൾ പോകരുത്. അതിന് പറയുന്നത് പറഞ്ഞാൽ ടയർ 1 പാനലുകൾ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ നമുക്ക് സബ്സിഡിയോട് കൂടി നമ്മളൊരു പാനല് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ DCR ടൈപ്പ് പാനലുകൾ, അതായത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ പാനലുകൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സബ്സിഡി കിട്ടത്തുള്ളൂ. പിന്നെ ഒരു സോളാർ പ്ലാന്റിന്റെ മെയിൻ സാധനം അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് അതിന്റെ ഇൻവെർട്ടറാണ്. പിന്നെ ഈ ഉപയോഗിക്കുന്ന, അതായത് ഈ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കമ്പോണൻസും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉള്ള അംഗീകാരമുള്ളതായിരിക്കണം. അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മുകളിൽ സ്ട്രക്ചർ പണിയുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് കാറ്റടിച്ച് ഡാമേജ് വരാത്ത തരത്തിലായിരിക്കണം. പിന്നെ ഉയരം, നമുക്ക് അവിടെ കയറി നിന്നിട്ട് അതിന്റെ ഇടയ്ക്കൂടെ വഴി നമ്മളിടും, നമുക്കത് ക്ലീൻ ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും ഒക്കെ സ്ഥലം ഉണ്ടായിരിക്കണം. ആ തരത്തിൽ നമ്മൾ വേണം. പിന്നെ അതിൻ്റെ അകത്തെ വയറിങ് സംബന്ധിച്ച് അത് നമ്മൾ കെയർ ചെയ്യേണ്ട സേഫ്റ്റി ആസ്പെക്റ്റിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന DC വയർ അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതായിരിക്കണം. അതൊക്കെ നമ്മുടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ശ്രദ്ധിച്ചോളും.
എന്നാലും നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത് സൺലൈറ്റ് നേരിട്ട് ഈ DC വയറിൽ അടിക്കുമല്ലോ, അതുകൊണ്ട് UV പ്രൊട്ടക്ഷൻ ഉള്ള കേബിളുകൾ ഉപയോഗിക്കണം. പിന്നെ എർത്തിങ്, സർജ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. ശരിക്കും ഈ രണ്ട് മേഖല എന്റെ മേഖല തന്നെയാണ്. അതിനകത്തൊക്കെ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ എനിക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ സോളാർ സ്ഥാപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന മേഖലയാണ് എർത്തിങ്ങും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ. ഏറ്റവും ചീപ്പ് മെറ്റീരിയൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഒരു ഉദാഹരണം, ഒരു മാസം മുമ്പ് എന്റെ മകന്റെ വീട്ടിൽ സോളാർ സ്ഥാപിക്കാനായിട്ട് പ്ലാൻ ചെയ്തൊരു കൊട്ടേഷൻ കിട്ടി. അതിനകത്ത് ഏറ്റവും ചീപ്പ്, ഞാനിതിന്റെ ആളായിട്ട് പോലും എനിക്ക് തന്ന കൊട്ടേഷൻ ഈ മെറ്റീരിയൽസ് വളരെ ചീപ്പാണ്. ഞാൻ പറയും, നിങ്ങൾ എന്തിനാ എനിക്ക് തന്നെ അത് തന്നത്? സാറേ, എനിക്ക് അങ്ങനെ കൊടുത്തെങ്കിലേ എനിക്ക് വർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വർക്ക് നിങ്ങൾ വർക്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞാൻ വേറൊരാളിനെയും കൂടി ചെയ്യിച്ചു. പക്ഷേ ഈ എർത്തിങ്ങും ലൈറ്റിംഗ് പ്രൊട്ടക്ഷനും ഞാൻ സെപ്പറേറ്റ് ചെയ്യിച്ചിട്ടാണ് അത് ചെയ്തത്. കാരണം എനിക്കറിയാം അതിനകത്തുള്ള മിസ്റ്റേക്ക് എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ആ സോളാറുകാരെ കൊണ്ട് അത് ചെയ്യിച്ചില്ല. കാരണം ഇവിടെ സോളാർ സ്ഥാപിക്കുന്ന മിക്കവാറും ആൾക്കാർക്ക് ഇത് അറിയത്തില്ല, എങ്ങനെ ഇത് പക്കയായിട്ട് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അതാണ് പ്രശ്നം. പിന്നെ ഈ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ വെണ്ടറെ സെലക്ട് ചെയ്യണം. അത് PM സൂര്യകാർ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ലിസ്റ്റ് കിട്ടും. പിന്നെ ഒരു വെണ്ടർ അല്ലെങ്കിൽ സോളാർ ഇൻസ്റ്റാളറെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നവരാണെങ്കിൽ, ഞാനത് ജനറലി പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളായിരിക്കണം. അവന് കൃത്യമായിട്ട് ഒരു ഓഫീസ്, കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവിടെ ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. അവൻ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്ത 2-3 വീടുകളിലെങ്കിലും നിങ്ങൾ ചെന്ന് ചെക്ക് ചെയ്ത്, അവനറിയാതെ ചെക്ക് ചെയ്ത്, അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, AMC ഉണ്ടോ, അവരുടെ സർവീസ് എങ്ങനെയുണ്ടെന്നും നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം. അതല്ലാതെ ചേട്ടൻ പറഞ്ഞ്, അനിയൻ പറഞ്ഞ്, ചേച്ചി പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കൊണ്ട് വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ, സത്യമായിട്ട് പറയാം, തീർച്ചയായിട്ടും നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്, ഒരുപാട് ഫീഡ്ബാക്ക് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. അപ്പൊ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആളായിരിക്കണം. വീടിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സസ് കിട്ടുന്ന തരത്തിലുള്ള ആളായിരിക്കണം. 5 വർഷമെങ്കിലും അവർ ഈ ഫീൽഡിൽ, ഈ ഒരു ഓഫീസ് സെറ്റപ്പിൽ ഉള്ള ആളായിരിക്കണം. പിന്നെ അതിന്റെ കുറച്ച് സൈറ്റുകൾ നമുക്ക് പരിശോധിക്കണം. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കണം. എടുത്ത് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ട് അവർ ആ പൈസയും കൊണ്ട് പോയി എന്ന് പറയരുത്. വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ മീറ്ററിങ്ങും രേഖകളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ അകത്ത് വരുന്ന മെയിനായിട്ട് നമുക്ക് സാധാരണ ഒരു കൺസ്യൂമർ ആകുമ്പോൾ വെക്കുന്ന മീറ്റർ അല്ല. ഈ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നെറ്റ് മീറ്റർ അല്ലെങ്കിൽ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞ സാധനമാണ് വെക്കുന്നത്. അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് താഴോട്ടുണ്ട്. പിന്നെ KICBയുടെ ട്രാൻസ്ഫോമറിൽ നമുക്ക് ഈ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ആ ട്രാൻസ്ഫോമറിന് ഉണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിന് ഫീസിബിലിറ്റി എന്നാണ് പറയുന്നത്. ആ ഫീസിബിലിറ്റി KICBയുമായിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. ആ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒരു അപേക്ഷ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട ജോലി അതാണ്. ആ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിന് 1 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ, ഏറ്റവും ചീപ്പ് മെറ്റീരിയൽ വെച്ച് ഏറ്റവും ചീപ്പ് റേറ്റിൽ ചെയ്യാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. പിന്നെ ഞാൻ ഇതിനിടയ്ക്കൂടെ ടയർ 1 കമ്പനികൾ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ കുറച്ച് കമ്പനികളുടെ പേര് എഴുതിയിട്ടുണ്ട്. അദാനി, വാരി, ടാറ്റ പവർ, വിക്രം സോളാർ, ഇങ്ങനെ വേറെ ഉണ്ട്. ഇവരുടെ പാനലുകളുടെ പ്രത്യേകതയെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അവര് കറക്റ്റായിട്ട് അത് മാനുഫാക്ചർ ചെയ്യുന്നു, അവരുടെ പ്രൊഡക്ഷൻ നല്ല തരത്തിലുള്ളതാണ്, ഇവിടെ അവരുടെ സിലിക്കോൺ കോട്ടിങ് പക്കയാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കൊള്ളാവുന്ന ആൾക്കാരെ ഒരു കാറ്റഗറി തിരിച്ചിട്ട് ടയർ 1 കമ്പനികളെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവരുടെ എന്നല്ല, ബാങ്കുകാര് ലോൺ നമുക്ക് തരണമെങ്കിൽ പ്രത്യേകിച്ചും ഈ പറയുന്ന ടയർ 1 കമ്പനികളാണെങ്കിൽ മാത്രമേ അവരത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് 25 വർഷം വാറണ്ടി ഉള്ളതാണ് പാനൽ. പെർഫോമൻസ് വാറണ്ടി എന്നാ പറയുന്നത്. അതും എന്താണെന്ന് പറയാം. ആ 25 വർഷം വാറണ്ടി ഉള്ള ഒരു സാധനം ഈ ടയർ 1 കമ്പനികളിൽ നിന്നാണെങ്കിൽ ബാങ്കിന് ധൈര്യമായിട്ട് ലോൺ തരാൻ പറ്റും. അതാണ് ഈ ടയർ 1 കമ്പനി എന്ന് പറയുന്നത്. നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അടുത്തത് സോളാർ പ്ലാന്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു അത് നമ്മൾ അറിയണം. നമ്മളിപ്പോ ഇപ്പൊ എന്റെ 2 ഫ്രണ്ട്സ് തന്നെ, ബാച്ച്മേറ്റ്സ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഒരാൾ ഇലക്ട്രിക്കലോ ഒരാൾ പ്രൊഡക്ഷനോ. പക്ഷെ അവര് ഏത് മേഖല ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് ഒന്നുമില്ലാത്ത ആളും ആയിക്കോട്ടെ, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ,
സോളാർ പ്ലാന്റ് എന്താണെന്നുള്ളത്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. സൺലൈറ്റ് നമ്മുടെ പാനലിൽ അടിക്കുന്നു, DC കറണ്ട് ഉണ്ടാകുന്നു. ഈ പാനൽ എന്ന് പറഞ്ഞാൽ അതൊരു ഡയോഡാണ്, സെമി കണ്ടക്ടർ ഡയോഡാണ്. അതിനകത്ത് സൺലൈറ്റ് ഫോട്ടോ ഡയോഡ് എന്നൊക്കെ പറയാം. അതിനകത്ത് സൺലൈറ്റ് അടിക്കുമ്പോൾ DC ഉണ്ടാകുന്നു. ആ DC നമ്മളൊരു ഇൻവെർട്ടർ വഴി കൊടുത്തിട്ട് AC ആക്കുന്നു. അതായത് റെക്ടിഫയറിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ DC AC ആക്കുന്നു. അത് KSEB അല്ലെങ്കിൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ഇതാണ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അതിന് ആദ്യത്തെ എന്താണ്, ഈ സൗരോർജത്തെ നമ്മൾ വൈദ്യുതിയാക്കി മാറ്റുന്നു. എന്ത് വെച്ചിട്ട്? ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ ഉപയോഗിച്ച് ചെയ്യുന്നു. അങ്ങനെ DC കറണ്ട് ഉണ്ടാകുന്നു. ആ DC കറണ്ട് നമ്മളൊരു ബാറ്ററി എടുത്തിട്ട് സീരീസ് ആയിട്ട് വെക്കുന്നത് പോലെ ഒരു പാനൽ എടുത്തു, അടുത്ത പാനൽ സീരീസ് ആക്കി, അടുത്ത പാനൽ സീരീസ് ആക്കി, ഒരു 10 പാനൽ സീരീസ് ആക്കിയിട്ട് വേറൊരു 10 പാനൽ അതിന്റെ കൂടെ പാരലും കൂടെ ആക്കും. അങ്ങനെ സീരീസും പാരലും ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ പാനൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ. ആദ്യം പറഞ്ഞ 10 എണ്ണത്തിന് ഒരു സ്ട്രിങ് എന്നൊക്കെ പറയും. ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ അങ്ങോട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇൻവേർട്ടറിന്റെ ഉപയോഗം ഞാനിവിടെ പറഞ്ഞു. DC-യെ AC ആക്കുന്നു. അപ്പൊ ഇൻവേർട്ടറിൽ നിന്ന് വരുന്നത് വൈദ്യുതി നേരിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് എത്തുന്നു. നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡിൽ എത്തിയിട്ട് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ആ വൈദ്യുതി ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ ലോഡുകൾ വർക്ക് ചെയ്യിക്കാൻ നോക്കുക. അതായത് സൺലൈറ്റ് ഉള്ളപ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെ സാധനങ്ങൾ ഒക്കെ ഒന്നുണ്ടെങ്കിൽ അങ്ങനെ ആ സമയത്ത് തന്നെ വർക്ക് ചെയ്യിക്കുക. അപ്പൊ അതിന്റെ ഉപയോഗം കഴിഞ്ഞിട്ട്, അതായത് ഒരു 2 യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി വൈദ്യുതി KSEBിയുടെ ലൈനിലോട്ട് കയറും. അങ്ങനെയാണ് സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഈ പ്ലാന്റിന്റെ അകത്ത് ഒരു മെയിൻ ഐറ്റമാണ്, ഈ ഇൻവെർട്ടർ ഒക്കെ കഴിഞ്ഞാൽ ഒരു മെയിൻ ഐറ്റമാണ് നെറ്റ് മീറ്റർ എന്ന് പറയുന്ന സാധനം. ആ നെറ്റ് മീറ്ററിൽ തന്നെ പിന്നെയും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തൽക്കാലം നിങ്ങളെ പറഞ്ഞ് ഞാൻ കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. സാധാരണ ഒരു സോളാർ പ്ലാന്റില് വെച്ചിരിക്കുന്ന മീറ്റർ അത് നെറ്റ് മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ബൈ ഡയറക്ഷനിലായിരിക്കും. ഇത് കണ്ടില്ലേ, ഒരു വീടിന്റെ വയറിങ് സിമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചതാ. ഇവിടെ ഒരു എനർജി മീറ്റർ യൂണി ഡയറക്ഷനിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വൈദ്യുതി മാത്രമേ അത് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. തിരിച്ചിവിടുന്ന് അങ്ങോട്ട് വൈദ്യുതി പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ആഡ് ചെയ്താല് ഇവിടെ പറഞ്ഞ ഈ എനർജി മീറ്റർ യൂണി ഡയറക്ഷനിൽ എന്നുള്ളത് ബൈ ഡയറക്ഷനിലായിട്ട് മാറും. അതായത് അവിടുന്ന് ഇങ്ങോട്ടും കറണ്ട് വരും, ഇവിടുന്ന് അങ്ങോട്ടും കറണ്ട് വരും. അപ്പൊ ഇവിടെ യൂണി ഡയറക്ഷണൽ മീറ്റർ ആയിട്ട് ഇരുന്നതിനെ നമ്മളിവിടെ സോളാർ സ്ഥാപിച്ചപ്പോഴത്തേക്കിന് അത് ബൈ ഡയറക്ഷണൽ മീറ്റർ ആക്കി മാറ്റും. ഇതാണ് KSEB നമ്മുടെ വീട്ടിൽ മീറ്റർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഓൺ ആക്കി തരുന്നു. അതാണ് ഇതിന്റെ ഫൈനൽ പ്രോസസ്സ്. അപ്പൊ ഇവിടെ ഒരു സോളാർ പാനല്, ഇൻവെർട്ടർ, ഇതിനിടയ്ക്കൊക്കെ വേറെ സാധനങ്ങളെ കൊണ്ടുവന്ന് ഞാൻ പറയാം. പിന്നെ ഒരു സോളാർ മീറ്റർ ഉണ്ട്. ഇതാണ് അതിന്റെ ബേസിക് ഐഡിയ. അപ്പൊ ഇവിടെ ഈ മീറ്ററിന്റെ കാര്യം പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇവിടുന്ന് ഇങ്ങോട്ടെടുക്കുന്ന വൈദ്യുതി, അതായത് KSEBിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുന്ന വൈദ്യുതിയെ നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന വാക്ക് വെച്ച് പറയും. ഇറക്കുമതി, ഇമ്പോർട്ട്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ട് അതായത് ഇവിടുത്തെ ലോഡ് വർക്ക് ചെയ്യിക്കാനായിട്ട് ഇതിൽ നിന്ന് എടുക്കുന്ന വൈദ്യുതി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് KSEBിയിലേക്ക് പോകും. അത് ലൈവായിട്ടാണ് പോകുന്നത്. അതായത് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളത് KSEBിയിലോട്ട് പോകും. അതിനെ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയും. ഇമ്പോർട്ട്, KSEBിൽ നിന്ന് നമ്മൾ എടുത്ത വൈദ്യുതി. എക്സ്പോർട്ട്, നമ്മൾ ഗ്രിഡിലേക്ക് KSEBിയിലേക്ക് നൽകിയ അധിക വൈദ്യുതി. മാസാവസാനം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാണ് ബില്ല് കണക്കാക്കുന്നത്. ഇതാണ് ആ ഒരു 4ാമത്തെ സെക്ഷനിലുള്ളത്. ഇവിടെ ഇതിന്റെ അകത്ത് ഈ ഒരു ഡയഗ്രം നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. ഇതൊരു ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് ആണ്. ഓൺ ഗ്രിഡിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, എന്നാലും ഞാനൊരു ഐഡിയ കാണാൻ വേണ്ടി ഇത് എടുത്തുന്നേ ഉള്ളൂ. ഇതിന്റെ ഒരു പാനല്, അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻവെർട്ടർ കൂടാതെ വേറെ ചില സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതായത് പാനലിൽ നിന്ന് നേരെ DC-DBയിലേക്ക് വരും. ഇതിന്റെ ഇടയ്ക്കാണ് DC കേബിൾ വരുന്നത്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ UV ഗ്രേഡിംഗ് ഉള്ളതായിരിക്കുന്ന കേബിൾ. അപ്പൊ DC-DB ഉണ്ട്. ആ DC-DBയില് ഒരു ഫ്യൂസ് കാണും, MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ കാണും, പിന്നെ സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് കാണും. ഇതിന് 3 പർപ്പസ് ആണത്. അപ്പൊ DC-DB ഇന്ന് ആ DC വൈദ്യുതി ഇൻവെർട്ടറിലേക്ക് കയറുന്നു. ഇൻവെർട്ടറിൽ അത് AC ആകുന്നു. ആ AC-യിൽ നിന്ന് അതൊരു AC-DBയിലേക്ക് കയറി ഈ KSEB സപ്ലൈ ഇവിടെയാണ് കൊണ്ടുവന്ന് ബന്ധിപ്പിക്കുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും വൈദ്യുതി വരാം, ഇവിടുന്ന് അങ്ങോട്ടും വൈദ്യുതി വരാം. ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാധനമാണ് AC-DB, ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അപ്പോ ഇവിടെ ഞാൻ DC-DBയിൽ ഫ്യൂസ്, MCB, SPD എന്ന് പറഞ്ഞു. ഇവിടെ ഫ്യൂസ് ഇല്ല, അവിടെ വേണ്ടത് MCBയും SPDയുമാണ്. സർജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസും MCB ആണ്. ഇവിടെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ SPD
സാധാരണ സോളാർ ഇൻസ്റ്റാളർ തരുന്ന ഈ SPD 300 രൂപയ്ക്കും കിട്ടും, 10,000 രൂപയ്ക്കും കിട്ടും. നമ്മൾ ഈ കപ്പാസിറ്റർ ഉമി വെച്ച് നിറച്ചു തരും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ ഏറ്റവും മോശപ്പെട്ട SPD വെച്ചാണ് ഈ സോളാർ പ്ലാന്റുകൾ മിക്കവാറും ഒരു 98% കൂടെ സ്ഥാപിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം. അപ്പൊ പിന്നെ ഇൻവേർട്ടറിൽ നിന്ന് AC വന്നു. അത് ഇങ്ങനെ വന്നിട്ട് ഈ നെറ്റ് മീറ്റർ, അതായത് നമ്മുടെ KSB സപ്ലൈയുടെ അവസാനം അല്ലെങ്കിൽ തുടക്കത്തിലിരിക്കുന്നതാണ് നെറ്റ് മീറ്റർ. ആ നെറ്റ് മീറ്ററിലേക്കാണ് ഈ സോളാറിൽ നിന്ന് വരുന്ന സപ്ലൈ കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ നെറ്റ് മീറ്ററിൽ നിന്നാണ് നമുക്ക് പുറത്തേക്ക് സപ്ലൈ വരുന്നതും. പിന്നെ സോളാർ മീറ്റർ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് ഇത് ശരിക്കും കണക്ഷൻ എന്ന് പറഞ്ഞാല് ഇവിടുന്ന് വൈദ്യുതി കൊണ്ടുവന്നിട്ട് ഇവിടെ കണക്ട് ചെയ്യും. ഞാൻ നേരത്തെ കാണിച്ച ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഇതുപോലെ ഇവിടുന്ന് വൈദ്യുതി കൊണ്ടുവന്ന് ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടുന്നാണ് പിന്നെ നെറ്റ് മീറ്ററിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടുന്ന് വൈദ്യുതി ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, വീട്ടിലേക്ക് വരും, ബാക്കിയുള്ളത് മുകളിലോട്ട് പോകും. അപ്പൊ ഇവിടെ അത് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നരുത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്റെ ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റിന്റെ ഒരു ബേസിക് ഡയഗ്രമാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ബാറ്ററി ഒന്നുമില്ല. ഇവിടെ നമ്മൾ KSB സപ്ലൈ നേരിട്ട് ഇൻവേർട്ടറിലേക്ക് കൊടുക്കുന്നു, അതായത് ബാറ്ററിക്ക് പകരം. അതല്ലെങ്കിൽ വലിയൊരു ബാറ്ററിയാണ് ഈ KSB സപ്ലൈ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ KSBയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ KSB സപ്ലൈ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അവരെ ആശ്രയിക്കാതെ അവരുടെ നിയമങ്ങളുടെ കോംപ്ലിക്കേഷനെ പേടിച്ചിട്ട് അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന് കരുതി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്കുള്ള അഭയമാണ് ഈ സാധനം, ഓഫ് ഗ്രിഡ് സോളാർ പ്ലാന്റ്. അവിടെ KSBയുമായിട്ട് ഇൻവേർട്ടറിന് ഒരു ബന്ധവുമില്ല. അവിടെ ഒരു ബാറ്ററി കാണും. ഇവിടുന്ന് സോളാർ എടുത്തിട്ട് ഈ ബാറ്ററി ഇൻവേർട്ടറും അതിന്റെ അതിൽ ചാർജറും ഒക്കെ കാണും. അത് വെച്ചിട്ട് ഈ ബാറ്ററി ചാർജ് ആവും. ബാറ്ററി ഫുൾ ചാർജ് ആയാലും ഇവിടുന്ന് അങ്ങോട്ട് വൈദ്യുതി പോവും. അതായത് ഈ ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ സോളാർ വെച്ച് കിട്ടും, അതല്ല സോളാറിൽ നിന്ന് രാത്രി വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ബാറ്ററിയിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കും. എങ്ങനെയായാലും ഇൻവേർട്ടറിന്റെ പുറത്തേക്ക് നമുക്ക് AC സപ്ലൈ കിട്ടും. ആ AC സപ്ലൈ നമുക്ക് വീട്ടിലെ സാധാരണ ഒരു ഹോം ഇൻവേർട്ടർ വെച്ചിട്ട് നമുക്ക് കുറച്ച് ലോഡിലേ വർക്ക് ചെയ്യത്തുള്ളൂ, ക്രിട്ടിക്കൽ ലോഡ്. അതേപോലെ ഈ ഇൻവേർട്ടറിൽ നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള ലോഡുകൾ മാത്രം വർക്ക് ചെയ്യിക്കും. അതായത് ഫ്രിഡ്ജോ അല്ലെങ്കിൽ വേറെ പിന്നെ പമ്പോ അതൊന്നും ഇതിൽ നിന്ന് വർക്ക് ചെയ്യത്തില്ല. ലൈറ്റും ഫാനും അങ്ങനെയുള്ളത് മാത്രം വർക്ക് ചെയ്യിച്ച് ഇതുപോലൊരു സോളാർ ഇൻവേർട്ടർ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇതിന്റെ കുറച്ച് കപ്പാസിറ്റി, ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടിയിട്ട് ഫ്രിഡ്ജും എല്ലാം വർക്ക് ചെയ്യിക്കത്തോടെ നമുക്ക് ചെയ്യാം. ഇവിടെ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ KSB സപ്ലൈ ഇവിടെ ഇല്ല, ബാറ്ററി വെച്ചാണ് ഇത് ചെയ്യുന്നത്. അവിടെ ഒരു ഓട്ടോമാറ്റിക്, ഇവിടെ ഞാനൊരു ഓട്ടോ ചേഞ്ച് ഓവർ എന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പുറത്തിരിക്കുന്ന ആയിരിക്കത്തില്ല, ഈ ഇൻവേർട്ടറിന്റെ അകത്ത് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ പുറത്ത് വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുത്തെ സപ്ലൈ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇതിൽ നിന്നായിരിക്കും ഇങ്ങോട്ട് എടുക്കുന്നത്, അതിന് സപ്ലൈ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക. എങ്ങനെയായാലും ക്രിട്ടിക്കൽ ലോഡിൽ എപ്പോഴും സപ്ലൈ കാണും. പിന്നെ ക്രിട്ടിക്കൽ അല്ലാത്ത ലോഡുകൾ ഈ KSB സപ്ലൈ നേരിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഓഫ് ഗ്രിഡ് സോളാർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഇതിനെ ഞാൻ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു, ഇത് ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു. രണ്ടിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, അതിന്റെ ലാഭവും നഷ്ടവും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നുള്ള യൂണിറ്റ് ആണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അത് ഞാൻ ആ നോട്ടിൽ വരുമ്പം ഞാൻ പറയാം. ഇവിടെ വെച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്ര പറഞ്ഞത്. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ, നിങ്ങളുടെ വീട്ടിലെ കൺസ്യൂമർ കണക്ഷനുമായി സോളാർ എങ്ങനെ ബന്ധിപ്പിക്കാം. ആ ഡയഗ്രാം ഓൾറെഡി ഞാൻ കാണിച്ചു കഴിഞ്ഞു, നമ്മുടെ വീട്ടിലെ കണക്ഷനുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെടുത്താമെന്നുള്ളത്. അപ്പോ ഈ പറഞ്ഞ ഇതിൽ നിന്ന് സപ്ലൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അത് ഞാൻ ഇനി അതുകൊണ്ട് ഒരുപാട് വിശദമായിട്ട് ഞാൻ കയറുന്നില്ല. ഇതിന്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഒരു നെറ്റ് മീറ്റർ കാണും, പിന്നെ ACDB കാണും, പിന്നെ എർത്തിങ് എന്ന് പറയുമ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഈ സോളാറിന്റെ കാര്യത്തിൽ AC സൈഡ് ഉണ്ട്, DC സൈഡ് ഉണ്ട്, പിന്നെ മിന്നൽ രക്ഷാ സംവിധാനമുണ്ട്. അതെല്ലാം എർത്ത് ചെയ്യേണ്ടത്, ഇവിടെ അത് ഞാൻ എഴുതിയിട്ടുണ്ട്, അതെല്ലാം എർത്ത് ചെയ്യേണ്ടതാണ്. പക്ഷെ എല്ലാം എർത്ത് ചെയ്തിട്ട് എർത്ത് മൊത്തം ഒറ്റ പോയിന്റിലായിരിക്കണം. എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ നേരത്തെ ചിലപ്പോൾ പഴയ എർത്തുകൾ കാണും, ആ എർത്തുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം, സോളാറിന്റെ എർത്തുകൾ ഇന്റർലിങ്ക് ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ കാര്യം പല സോളാറുകാർ സമ്മതിക്കത്തില്ല. അയ്യോ സാറേ അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയും. പക്ഷെ ചെയ്തില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാല്, ഒരു ഫോൾട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിൽ നടക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിലവിലുള്ള ഒരു എർത്ത് ഇലക്ട്രോഡ് ഉണ്ട് പഴയത് പണ്ടത്തെ, അവിടെ നിന്ന് നിങ്ങൾ നടന്ന് മറ്റേ എർത്തിലേക്ക് പുതിയ എർത്തിലേക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ രണ്ട് പാദങ്ങൾക്കിടയ്ക്ക് 2 വോൾട്ടേജ് വന്ന് ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ മൊത്തം ഭൂമി ഒന്നേ ഉള്ളൂ,
എല്ലാ എർത്തിങ്ങും സിംഗിൾ പോയിന്റിൽ വർക്ക് ചെയ്യണം. പിന്നെ അടുത്തത് KICB നടപടിക്രമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, അതായത് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യം. അപ്പൊ അതിൽ ആദ്യം ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, പിന്നെ KICB പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക, ഫീസിബിലിറ്റി റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇൻസ്റ്റലേഷൻ നടത്തുക, KICB ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തി മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതോടെ കണക്ഷൻ പൂർത്തിയാകും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലൈസൻസ് ഉള്ള ആൾക്കാരെയും കൊണ്ട് ഈ വർക്ക് ചെയ്യിക്കാവൂ, അത് മസ്റ്റാണ്. പക്ഷെ ഒരു രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ പറഞ്ഞു, അംഗീകൃത ഏജൻസികൾ അല്ലെങ്കിൽ സോളാർ ഇൻസ്റ്റാളേഴ്സ്, അവർക്ക് 98% ആൾക്കാർക്കും ലൈസൻസ് ഇല്ല. അവര് പിന്നെ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ട് വഴിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനെ പോയേ പറ്റത്തുള്ളൂ. അതിന്റെ പേരിൽ പലരും എന്നെ ചീത്ത വിളിക്കാറുണ്ട്, സാർ ഈ ഫീൽഡിലുള്ള ആളായിട്ട് അതെന്തുകൊണ്ട് ശരിയാക്കാൻ ശ്രമിക്കാത്തതാണ്. നമ്മളെ കൊണ്ട് അതൊന്നും നടക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തത്, സോളാർ വഴി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ എന്തൊക്കെ? ഒന്ന്, ഓൾറെഡി നമ്മൾ പറഞ്ഞു, വൈദ്യുതി ബില്ലിലെ ലാഭം, തീർച്ചയായിട്ടും ലാഭമുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് നിക്ഷേപത്തിന്മേലുള്ള വരുമാനം, അതായത് 4 മുതൽ 5 വർഷത്തിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് കിട്ടും. ആകെ 25 വർഷം അതിന് വാറണ്ടി ഉണ്ട്. അതിലെ ബാക്കി 20 വർഷം നമുക്ക് ഒരു മുടക്കുമുതലും ഇല്ലാതെ അതിന്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ സബ്സിഡി ആനുകൂല്യങ്ങൾ, സബ്സിഡി എന്ന് പറയുമ്പം കേന്ദ്ര സർക്കാർ തരുന്നതാണ്, അത് നമ്മൾ വാങ്ങിക്കണം. അത് വെറുതെ കിട്ടുന്ന കാശാണ്. അപ്പൊ 1 കിലോ വാട്ടിന് 30,000 രൂപ, 2 കിലോ വാട്ടിന് 60,000 രൂപ, 3 കിലോ വാട്ടോ അതിൽ കൂടുതലാണെങ്കിൽ 78,000 രൂപ വെച്ച് കിട്ടും. പിന്നെ വൈദ്യുതി വിറ്റ് വരുമാനം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, KICBക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, അതിന് എക്സ്പോർട്ട് എന്നാ പറയുന്നത്. ആ എക്സ്പോർട്ട് ചെയ്ത സാധനം രാത്രിയിൽ തിരിച്ച് നമ്മൾ എടുക്കും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അധികം വൈദ്യുതി വരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത മാസത്തേക്കും കണക്ക് പറയാം. അതായത് ഈ മാസം വരുന്ന വൈദ്യുതിയുടെ ബാക്കി നമുക്ക് അടുത്ത മാസവും കണക്ക് പറയാം. അതിന് ബാങ്കിങ് എന്നൊക്കെയാണ് പറയുന്നത്, നമ്മുടെ ബാങ്കിൽ പൈസ ഇടുന്ന പോലെ. അങ്ങനെ ബാങ്കിങ് കഴിഞ്ഞിട്ട് ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡില് നമുക്ക് എത്ര യൂണിറ്റ് ബാക്കിയുണ്ടോ അതിന്റെ പൈസ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ച വിലയിൽ നമുക്ക് പൈസ തരും. ഒരു ഉദാഹരണം, ഇപ്പൊ ഈ മാർച്ച് 31 അത് സെറ്റിൽ ചെയ്തു ഫൈനാൻഷ്യൽ ഇയറിന്റെ എൻഡില്. എനിക്ക് ഏതാണ്ട് 1900 യൂണിറ്റ് എനിക്ക് ബാക്കിയുണ്ട്. ഇതിലെനിക്ക് കിട്ടുന്ന വില എറൗണ്ട് 3 രൂപ വെച്ച് കിട്ടും. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ കുറച്ചും കൂടെ പ്രാക്ടിക്കലി ചെയ്ത് 100 യൂണിറ്റേ ഉള്ളായിരുന്നു. കാരണം KICBക്ക് കൊടുത്തിട്ട് ഇത് കാര്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി മാത്രം നമ്മൾ ഉൽപ്പാദിപ്പിക്കത്തക്കവണ്ണം പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ബെനിഫിഷ്യൽ. അല്ലാതെ ഇവിടെ അധികം വൈദ്യുതി ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ അടുത്തത്, അതായത് ഇവിടെ നമ്മൾ പറയും സോളാർ വഴി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങളാണ്. അതിന് വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ സോളാർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വാല്യൂ, റീസെയിൽ വാല്യൂ, നിങ്ങളുടെ വീടിന്റെ വാല്യൂ കൂടും. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്ന എത്ര സ്ഥലം വേണം? ഞാൻ പറഞ്ഞു 1 കിലോ വാട്ട്, 2 കിലോ വാട്ട്, 3 കിലോ വാട്ട് ഇങ്ങനെ വരും. നിങ്ങളാണ് തീരുമാനിക്കുന്നത് എത്ര പ്ലാന്റ് വേണം, എത്ര കപ്പാസിറ്റി വേണമെന്നുള്ളത്. നിങ്ങൾ 1 കിലോ വാട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 80 മുതൽ 100 സ്ക്വയർ ഫീറ്റ് വരെ സ്ഥലം വേണ്ടി വരും. ഇത് സാധാരണ ഇതിന്റെ കണക്കെന്താണെന്ന് വെച്ചാല്, ഒരു പാനലിന്റെ സൈസ് 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയാണ്. അത് വെച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഏരിയ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് മാത്രം പോരാ, പിന്നെ നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളും വേണം. അതുകൊണ്ടാണ് ഇത്രയും സ്ക്വയർ ഫീറ്റ് പറയുന്നത്. അപ്പോൾ അതിന്റെ 5 കിലോ വാട്ട് ആണെങ്കിൽ 400 മുതൽ 500 വരെ സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് വേണം. പിന്നെ സ്ഥലത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ, ഒന്ന് പാനലിന്റെ വലിപ്പം. ഇപ്പൊ വിപണിയിൽ അതായത് ഈ ഇപ്പൊ പ്രാക്ടിക്കലി ഇപ്പൊ അത് ഞാൻ ഇങ്ങനെ പറയാം, എനിക്ക് എന്റെ പാനല് 2020 വെച്ചതാണ്, അത് 360 വാട്ട്സാണ്. ഇപ്പം 600-ന് പുറത്ത് വാട്ട്സ് കപ്പാസിറ്റിയുള്ള പാനലുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കപ്പാസിറ്റിയുള്ള പാനലുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണം കുറച്ചു മതി, അപ്പൊ ഏരിയ കുറച്ചു മതി. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ നിഴല്, ഷെയ്ഡ് വരാത്ത സ്ഥലമായിരിക്കണം. പിന്നെ അറ്റകുറ്റപ്പണികൾക്കുള്ള സ്ഥലം, അതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വേണമെന്നുള്ള സ്ഥലം, നമുക്ക് നടക്കാനും വെള്ളം ഒഴിച്ച് കഴുകാനും ഒക്കെ ഉള്ളൊരു സ്ഥലം വേണം. പിന്നെ നമുക്ക് ഈ സ്ഥലം തീരുമാനിക്കുന്ന കാര്യമാണല്ലോ ഇപ്പോൾ പറയുന്നത്. നമുക്ക് പാനൽ എപ്പോഴും തെക്കോട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇത് വടക്കോട്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടായേനെ. അങ്ങനെയല്ല, തെക്കോട്ട് തന്നെ വെക്കണം. പക്ഷെ വടക്കോട്ട് വെക്കുന്ന കേസുകളുണ്ട്. അത് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ വേറെ സെക്ഷൻ നടത്തിയിട്ട് അവിടെ വെച്ച് നമുക്ക് പറയാം. അപ്പൊ തെക്കോട്ട് വെക്കണം. അതുകൂടാതെ അതിന്റെ ചരിവ് 10 മുതൽ 15 ഡിഗ്രി വരെ ചരിവ് ഇങ്ങനെ ചരിച്ചു വെക്കണം. അപ്പൊ സൺലൈറ്റ് കറക്റ്റായിട്ട് ഇന്ത്യയുടെ ആ സൂര്യന്റെ പൊസിഷൻ അനുസരിച്ച് 90 ഡിഗ്രിയിൽ വന്ന് അടിക്കണം. അതാണ് അവിടെ
ഉദ്ദേശിക്കുന്നത്. പിന്നെ റൂഫ് ടോപ്പ്, ആ റൂഫ് ടോപ്പ് ഒന്നുകിൽ കോൺക്രീറ്റ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രസ്, ഓട് അങ്ങനെയുള്ളതായിരിക്കും. അതനുസരിച്ച് നമ്മൾ ഇത് ഡിസൈൻ ചെയ്യണം. അത്രയാണ് ഈ സെക്ഷനിലുള്ളത്. അടുത്ത ചോദ്യം വരുന്നത്, മഴക്കാലത്ത് മേഘാവൃതമായ സമയത്ത് വൈദ്യുതി ലഭിക്കുമോ? തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷെ അതിന്റെ അളവ് അല്പം കുറയും. ഇപ്പൊ മേഘമൊക്കെ കെട്ടി നിൽക്കുന്ന കേസ് ആയാൽ പോലും ആ മേഘത്തിന് ഇടയ്ക്കൂടെ കുറച്ച് ലൈറ്റ്, പകല് കിട്ടുന്ന ലൈറ്റ് മതി, ഇത് പ്രവർത്തിക്കും. പക്ഷെ അതിന്റെ അളവിൽ അല്പം കുറവ് വരും. പിന്നെ മഴയുണ്ടെങ്കിൽ നമുക്ക് പാനലുകൾ തനിയെ ക്ലീൻ ആകാനായിട്ടുള്ള ഒരു സാധ്യത മഴയുണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ കൂടുതൽ പ്രൊഡക്ഷൻ അതുകൊണ്ടുണ്ടാവും. പക്ഷെ ഈ മഴവെള്ളം പാനലിന്റെ താഴെ ചെന്നിട്ട് കെട്ടിക്കിടക്കരുത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പാനലിൽ തന്നെ അടുക്കി എന്നിട്ട് ചിലപ്പം ഇങ്ങനെ ഡംപ് ചെയ്ത് കിടക്കും, അങ്ങനെ വരാൻ നമ്മൾ നോക്കണം. പിന്നെ ഈ ഇത് ശരിക്കും ഞാൻ ഓൺ ഗ്രിഡ് നേരത്തെ പറഞ്ഞതാണ്. ആ ഓൺ ഗ്രിഡിന്റെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാൽ അതിൽ നിന്ന് വൈദ്യുതി കിട്ടത്തില്ല. ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം അതല്ല. ഈ മഴക്കാലത്ത് കറണ്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വൈദ്യുതി തടസ്സം ഇതുകൊണ്ടുണ്ടാകുമോ എന്നുള്ളത്, അതായത് നിങ്ങൾക്കിവിടെ സോളാറിൽ നിന്നുള്ള അളവ് വൈദ്യുതി കുറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് ലോഡ് വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ സോളാറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾ ഉടനെ ചിന്തിക്കുന്നത് എന്താണ്? സോളാറിന്റെ അളവ് കുറഞ്ഞു, അതുകൊണ്ട് എനിക്ക് കണക്ഷൻ കിട്ടുമോ, അല്ലെ എന്റെ ലോഡ് വർക്ക് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് സോളാറിൽ നിന്ന് എടുക്കുന്നതിന്റെ ബാക്കി KCB എടുക്കാം. അത് ആ സമയത്ത് അധികം നടന്നോളും. മനസ്സിലായില്ലേ? അപ്പോ വൈദ്യുതി തടസ്സം ഉണ്ടാകുമോ? ഇല്ല. പിന്നെ ഇത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ സോളാറിന്റെ കണക്കുകളെല്ലാം നമ്മൾ പറയുന്നത് വാർഷിക കണക്കാണ്. അതായത് മൊത്തം ലാഭം തീരുമാനിക്കുന്ന ഒരു മാസം അങ്ങോട്ട്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ അടുത്ത് ചോദിച്ചു, എനിക്ക് മന്ത്ലി ഇത്ര യൂണിറ്റ് കിട്ടുന്നുണ്ട്, ശരിക്കും ആവറേജ് മന്ത്ലി ഇത്ര യൂണിറ്റ് കിട്ടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞ് അങ്ങനെയല്ല, നമ്മൾ ഒരു വർഷത്തെ മൊത്തം കണക്കെടുത്ത് വെച്ചിട്ടാണ് ഇതിന്റെ ലാഭം തീരുമാനിക്കേണ്ടത്. കാരണം ഒരു സമയത്ത് മഴയാണെങ്കിൽ വേറെ സമയത്ത് വെയിലായിരിക്കും. ഈ മഴക്കാലം മാത്രം വെച്ച് തീരുമാനിക്കരുത്. നമുക്ക് ഒരു വർഷം മൊത്തം എടുക്കുമ്പോൾ ആ വെയിലുള്ള സമയത്തുള്ളത് മഴയുള്ള സമയമായിട്ട് കോമ്പൻസേറ്റഡ് ആവും. ഓക്കെ, അടുത്തത് 9, ഓൺ ഗ്രിഡ് പ്ലാന്റും ഓഫ് ഗ്രിഡ് പ്ലാന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഓൺ ഗ്രിഡിന്റെ അകത്ത് ഇതിപ്പോ ഓൺ ഗ്രിഡ് ആണ്. ആ ഓൺ ഗ്രിഡിന്റെ അകത്ത് ഇതുപോലെ ബാറ്ററി ഒന്നുമില്ല. ഞാൻ നേരത്തെ വേറെ ഡയഗ്രം കാണിച്ചിരുന്നു നിങ്ങളെ. ബാറ്ററി ഇല്ല, നേരിട്ട് KCB-യുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുക, ഗ്രിഡുമായിട്ട്. ഗ്രിഡ് എന്നാണ് ഈ KCB എന്ന് പറഞ്ഞ ജനറലി നമ്മൾ പറയുന്ന ഗ്രിഡ് എന്ന് പറയും. അതായത് ലൈസൻസിയുടെ ലൈന്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഗ്രിഡുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യും. ഈ ഓഫ് ഗ്രിഡ് ആണെങ്കിൽ അങ്ങനെയല്ല. ഓഫ് ഗ്രിഡ് ഇതാണ് ഓഫ് ഗ്രിഡ്. അപ്പൊ ഇവിടെ നമ്മൾ ബാറ്ററിയും കൂടി വെക്കും. KCB സപ്ലൈയും ഈ സോളാറുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ ഇതിനെ നമ്മൾ ഓഫ് ഗ്രിഡ് എന്ന് പറയും. പിന്നെ ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഹൈബ്രിഡ്. അതായത് അവിടെ ബാറ്ററിയും കാണും, KCB സപ്ലൈയും കാണും, രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന കേസാണ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞത്. ഇതാണ് ഹൈബ്രിഡ്, ഉണ്ടല്ലേ? ഇവിടെ DC സപ്ലൈ ഉണ്ട്, പിന്നെ സോളാറിൽ നിന്ന് സപ്ലൈ ഉണ്ട്, KCB സപ്ലൈ ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 3 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ 2 ഔട്ട് വരുന്നുണ്ട്. ഒന്ന് ഇതുവഴി ഒരു ഔട്ട് ഇവിടെ വരുന്നുണ്ട്, അതായത് വൈദ്യുതി ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ എമർജൻസി ലോഡുകൾക്കായിട്ട് വേറൊരു സ്ഥലവും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിന്റെ അകത്ത് തന്നെ ഒന്ന് ബാറ്ററി കണക്ട് ചെയ്യാൻ സ്ഥലമുണ്ട്, പിന്നെ KCB സപ്ലൈ ഗ്രിഡ് കണക്ട് ചെയ്യാൻ സ്ഥലമുണ്ട്, പിന്നെ എമർജൻസി ലോഡുകൾ കണക്ട് ചെയ്യാൻ സ്ഥലമുണ്ട്. അതുകൂടാതെ സോളാർ കണക്ട് ചെയ്യാനായിട്ടുള്ള സ്ഥലവുമുണ്ട്. അപ്പൊ ഇതിനെയാണ് ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇതില് ഓൺ ഗ്രിഡ് ആണെങ്കിൽ നമുക്ക് ബാറ്ററി ആവശ്യമില്ല, നെറ്റ് മീറ്ററിങ് ആകാം. പ്രധാന പോരായ്മ, അതായത് ഓൺ ഗ്രിഡ് നമ്മൾ സെലക്ട് ചെയ്താൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സപ്ലൈ പോയാൽ നമുക്ക് കറണ്ട് കാണത്തില്ല. അപ്പോൾ ചിലപ്പോൾ ഈ സോളാർ പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ചിട്ടായിരിക്കും ആൾക്കാർ അത് ചിന്തിക്കുന്നത്, അയ്യോ കറണ്ട് പോയാൽ എനിക്ക് വൈദ്യുതി ഇല്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഓൺ ഗ്രിഡ് സോളാർ KCB ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. കാരണം ബാറ്ററി ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ കറണ്ട് പോകാതിരിക്കണം, നിങ്ങൾ ബാറ്ററിയും കൂടെ വെക്കുക. പിന്നെ ഓഫ് ഗ്രിഡിന്റെ പ്രത്യേകതയുള്ള ബാറ്ററി അത്യാവശ്യമാണ്, വൈദ്യുതി മുടങ്ങത്തില്ല. പിന്നെ വൈദ്യുതി എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലോ പവർ കട്ട് അധികമുള്ള ഇടങ്ങളിലോ ആണ് ഇത് കൂടുതൽ അനുയോജ്യം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അല്പം കാശുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഓഫ് ഗ്രിഡിലേക്ക് പോകുന്നതാണ്. ഈ KCB ആശ്രയിക്കാതിരിക്കുന്നത് നല്ലതാണ്. എത്രയോ ആൾക്കാര് ഇൻഡിപെൻഡന്റ് ആയിട്ട് KCB ആശ്രയിക്കാതെ സപ്ലൈ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫ് ഗ്രിഡിലേക്ക് പോവുക, അതല്ലെങ്കിൽ ഹൈബ്രിഡിലേക്ക് പോവുക. പിന്നെ ഹൈബ്രിഡ് സിസ്റ്റം ഒരു 3ാം വഴി, ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. പിന്നെ അതിന്റെ കമ്പാരിസൺ ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ബാറ്ററി ഓൺ ഗ്രിഡിൽ ആവശ്യമില്ല, നിർബന്ധമാണ്, ചെലവ് കുറവാണ്. ഓൺ ഗ്രിഡിന് ചെലവ് കുറവാണ്. എന്താ കാര്യം? ബാറ്ററി ഇല്ല.
അത് കൂടുതലാണ്. മെയിൻ്റെനൻസ് ഓൺ ഗ്രിഡിന് വളരെ കുറവാണ്. ഇവിടെ ബാറ്ററി നോക്കേണ്ടതുണ്ട്, ബാറ്ററി മെയിൻ്റെനൻസ് ആവശ്യമുള്ളതാണ്. മാത്രമല്ല അത് പീരീഡ് കഴിയുമ്പോൾ എടുത്ത് മാറ്റുകയും വേണം. പിന്നെ വൈദ്യുതി തടസ്സം, ഓൺ ഗ്രിഡിൽ KSB സപ്ലൈ പോയാൽ കിട്ടത്തില്ല, ഇവിടെ പവർ കട്ട് ബാധിക്കത്തില്ല. സർക്കാർ സബ്സിഡി ഓൺ ഗ്രിഡിന് കിട്ടും, പക്ഷെ ഓഫ് ഗ്രിഡിന് സബ്സിഡി കിട്ടത്തില്ല. സബ്സിഡി സംബന്ധിച്ച് ഒരു പേജും കൂടെ വരുന്നുണ്ട്, അവിടെ നമുക്ക് വിശദമായിട്ട് പറയാം. ഓക്കെ, അടുത്തത് സോളാർ പാനലുകളുടെ ആയുസ് എത്രയാണ്, ഇതിന്റെ മെയിൻ്റെനൻസ് ആവശ്യമുണ്ടോ? സാധാരണ ഇത് 25 വർഷം വാറണ്ടി ഉള്ള സാധനമാണ്. 25 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന അതേ പെർഫോമൻസിൽ 25ാമത്തെ വർഷവും വർക്ക് ചെയ്യത്തില്ല. അതിനൊരു പെർഫോമൻസ് ഇത്ര പെർസെൻറ്റേജ് വീതം കുറഞ്ഞു വരും. പാനലിന് 25 വർഷം 30 വർഷം വരെ വാറണ്ടി ഉണ്ട്, അല്ല ലൈഫ് ഉണ്ട്. അതിൽ 25 വർഷം വാറണ്ടി നമുക്ക് തരും. പക്ഷെ അത് വെറും വാറണ്ടി അല്ല, അത് പെർഫോമൻസ് വാറണ്ടിയാണ്. അതായത് അതിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരും. ഇവിടെ എഴുതിയിട്ടുണ്ട് പെർഫോമൻസ് വാറണ്ടി. 25 വർഷം കഴിഞ്ഞാലും പാനലുകൾ പ്രവർത്തിക്കും, പക്ഷെ അവയുടെ ഉത്പാദന ശേഷി ഏകദേശം 80% കുറഞ്ഞേക്കാം. പിന്നെ മറ്റു ഭാഗങ്ങൾ ഇൻവെർട്ടറുകളുടെ ആയുസ് സാധാരണ 10 മുതൽ 15 വർഷം വരെയാണ്. ബാറ്ററികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് അവ 5-8 വർഷത്തിനുള്ളിൽ മാറ്റേണ്ടി വരും. നമുക്കറിയാം നമ്മുടെ കാറിന്റെ ബാറ്ററി ലൈഫൊക്കെ നമുക്കറിയാം. അതേപോലെ ഇത് ഇത്ര പീരീഡ് കഴിയുമ്പം ബാറ്ററി മാറ്റേണ്ടി വരും. അപ്പൊ ബാറ്ററിയുടെ ചെലവ് വരും. ഇൻവെർട്ടർ സാധാരണ ഇത്ര വർഷത്തെ വാറണ്ടി കാണും. ഇപ്പൊ എന്റെ വീട്ടിൽ ഇരിക്കുന്നത് ഞാൻ 2020 വെച്ചതാ, പിന്നെ പോളി ക്യാബാണ്. അത് 5 വർഷം വാറണ്ടിയാണ്. ഇപ്പൊ വാറണ്ടി പീരീഡ് കഴിഞ്ഞു. പക്ഷെ എന്റെ ഇൻസ്റ്റാളറുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, അത് സാറേ വാറണ്ടി പിന്നെ പോയാലും കുഴപ്പമില്ല, ചീത്തയാവുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ആലോചിക്കാം, കാരണം കമ്പനിയൊക്കെ പൂട്ടിപ്പോയെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ പോളി ക്യാബ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ ഇതിപ്പോ ഒന്നും പിന്നെ വാറണ്ടി പുതുക്കിയിട്ടൊന്നുമില്ല. പോകുന്നവരെ പോകട്ടെ, നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ പ്ലാന്റ് വെക്കുന്നതിനേക്കാളും ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓൺ ഗ്രിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ്റനൻസ് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിന് മൂവിംഗ് പാർട്സ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഓഫ് ഗ്രിഡ് ആണെങ്കിൽ ബാറ്ററിയിലെ മെയിൻ്റനൻസ് വരും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒന്ന് പാനൽ ക്ലീൻ ചെയ്യണം. പാനൽ ക്ലീൻ ചെയ്യുന്നതിന് പിന്നെ പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് ഫോഴ്സിലൊന്നും അടിക്കരുത്. പൈപ്പിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ. 2 ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ പാനലുകൾ വൃത്തിയാക്കാം. സാധാരണ പൈപ്പുകൾ ഉപയോഗിച്ച് കഴുകാം. കഠിനമായ സോപ്പുകളോ പരുക്കൻ ബ്രഷുകളോ ഉപയോഗിക്കരുത്. ഇത് പാനലിലെ ഗ്ലാസിൽ പോറലുകൾ വീഴ്ത്തിയേക്കാം. പിന്നെ തണല്, നമ്മൾ പ്ലാന്റ് സ്ഥാപിച്ചപ്പം അയലത്തുകാരന്റെ ഒരു മരം അത്രയും വളർന്നില്ലായിരുന്നു. പിന്നെ അത് വളർന്ന് ഇവിടെ ഷെയ്ഡ് വന്നു. ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ഒരു പാനല്, ആ ഒരു പാനലിന്റെ അകത്ത് 72 സെല്ലുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ അപ്പുറത്തുകാരന്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ മരത്തിന്റെ ഷെയ്ഡ് വീണാല് ആ ഭാഗം ഡെഡാവും. ആ 72 സെല്ലിന്റെ അകത്തുള്ള ഒരു സെല്ല് അല്ലെങ്കിൽ 2 സെല്ല് ഡെഡായാൽ ആ പാനല് മൊത്തം നശിച്ചു പോകും. അതുകൊണ്ട് മരങ്ങളുടെ നിഴലുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വയറിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ മെയിൻ്റനൻസ് ഒന്നും ഇല്ല. പക്ഷേ നമ്മുടെ ACDBയിലും DCDBയിലൊക്കെ MCBയും അതായത് സ്ക്രൂ ടൈറ്റ് ചെയ്യേണ്ട ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക, ഒന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്ട് വന്നിട്ട് തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ സബ്സിഡി ലഭിക്കാൻ എന്തൊക്കെ നിബന്ധനകളാണ് ഉള്ളത് അത് ശ്രദ്ധിക്കുക. നിങ്ങൾ പലരും സബ്സിഡി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒന്ന്, ഡൊമസ്റ്റിക് ആണെങ്കിൽ മാത്രമേ സബ്സിഡി കിട്ടത്തുള്ളൂ. വേറെ ആർക്കും സാധനങ്ങൾക്കോ കടകൾക്കോ വാണിജ്യ ആവശ്യങ്ങൾക്കോ ഇത് ലഭിക്കില്ല. പിന്നെ നിങ്ങൾക്ക് KSEBയുടെ അല്ലെങ്കിൽ വേറൊരു ലൈസൻസിയുടെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് റൂഫിൽ ഇത് സ്ഥാപിക്കാനായിട്ടുള്ള സ്ഥലം വേണം. ടെറസോ പുരയിടമോ, ഈ പുരയിടത്തിന്റെ കാര്യം ഞാൻ പറയാം. ടെറസാണ് നമ്മളിപ്പോ പറയുന്നത്, പുരപ്പുറം. ആ പുരപ്പുറത്ത് നിങ്ങൾക്ക് സോളാർ സ്ഥാപിക്കാൻ പറ്റണം. പിന്നെ ഓൺ ഗ്രിഡ് സിസ്റ്റം, ഇവിടെ പറഞ്ഞ സബ്സിഡി എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് മാത്രമേ സബ്സിഡി കിട്ടത്തുള്ളൂ. ഓഫ് ഗ്രിഡ് അതായത് ബാറ്ററി പോലെയുള്ള ഇതിന് സബ്സിഡി കിട്ടത്തില്ല. ഓൺ ഗ്രിഡ് എന്ന് മാത്രമല്ല, റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ച ഏതെങ്കിലും ഒരു മീറ്ററിംഗ് സംവിധാനമുള്ള പ്ലാന്റുകൾക്ക് മാത്രമേ ഈ സബ്സിഡി കിട്ടത്തുള്ളൂ. ഈ മീറ്ററിംഗ് സംവിധാനം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് അങ്ങ് പറയാം. നെറ്റ് മീറ്ററിംഗ് ആണ് നമ്മളിവിടെ പറഞ്ഞതെല്ലാം. അത് കഴിഞ്ഞ് നെറ്റ് ബില്ലിങ്ങും ഉണ്ട്, ഗ്രോസ് മീറ്ററിംഗും ഉണ്ട്. അതങ്ങ് വിട്ടേക്കുക, മറന്നേക്കുക അത്. പിന്നെ അംഗീകൃത വെണ്ടർമാർ വഴി ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സബ്സിഡി കിട്ടത്തുള്ളൂ. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ അതായത് DCR, ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെന്റ്, അങ്ങനെയുള്ള സാധനം വെച്ച്
അങ്ങനെയുള്ള പാനലുകൾ വെച്ച് മാത്രമേ നിങ്ങൾക്ക് സബ്സിഡി കിട്ടത്തുള്ളൂ. നോൺ DCR ആണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ചൈനയിൽ നിന്നോ എവിടെ നിന്ന് കൊണ്ടുവന്നാണെങ്കിൽ കിട്ടത്തില്ല. പിന്നെ ഇവിടെ ഞാനൊരു പുരയിടം എന്ന് പറഞ്ഞത്, ഗ്രൗണ്ട് മൗണ്ടഡ് സിസ്റ്റങ്ങൾക്ക് സബ്സിഡി ലഭിക്കും. അതായത് പണ്ട് പുരപ്പുറത്ത് മാത്രമേ ഇത് സമ്മതിക്കത്തുള്ളായിരുന്നു. പക്ഷെ ഒരു ഓല മേഞ്ഞവനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ പ്ലാന്റ് സ്ഥാപിക്കണ്ടേ. അതുകൊണ്ട് ഈ അടുത്ത സമയത്ത് കേന്ദ്ര സർക്കാർ സംബന്ധിച്ചു പുരയിടത്തിലും ഇത് സ്ഥാപിക്കാം. ബാറ്ററി ബാക്കപ്പ് വേണമെന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത്. ഓൺ ഗ്രിഡ് ആണെങ്കിൽ ബാറ്ററി വേണ്ട, ഓഫ് ഗ്രിഡ് ആണെങ്കിൽ ബാറ്ററി മസ്റ്റാണ്, ഹൈബ്രിഡ് ആണെങ്കിൽ ബാറ്ററി മസ്റ്റാണ്. ഇതില് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പീക്ക് ടൈം വൈകുന്നേരം 6 മുതൽ രാത്രി 10 മണി വരെയുള്ള ഒരു സമയമുണ്ട്. നിങ്ങൾ ബാറ്ററി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പീക്ക് ടൈമിൽ നിങ്ങൾക്ക് KSEBയുടെ വൈദ്യുതി ആശ്രയിക്കാതെ നിങ്ങൾക്ക് കറണ്ട് എടുക്കാം. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇനി പുതിയൊരു നിയമം വരും. പീക്ക് ടൈമിൽ നിങ്ങൾക്ക് KSEBക്ക് വില കൂട്ടി വൈദ്യുതി അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. പീക്ക് ടൈമിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൂടെ ഒരു വലിയൊരു ലാഭം ഉണ്ടാക്കാനും പറ്റും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ. സോളാർ വെച്ചാൽ നിലവിലുള്ള വയറിങ്ങിൽ മാറ്റം വരുത്തണമോ? ഒരുപാട് പേർക്കുള്ള സംശയമുള്ളതാണ്. നിങ്ങൾ സോളാർ വെച്ചു എന്ന് കരുതി ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള വയറിങ്ങിന് ഒരു മാറ്റവും വരുത്തത്തില്ല. ഞാൻ ആദ്യം ഒരു ഡയഗ്രാം കാണിച്ചില്ലേ, ഈ ഡയഗ്രാം, ഇതിൻ്റെ അകത്ത് ഒരു മാറ്റവും. ഇതാണ് നിലവിലുള്ള കാര്യം. ഇതിൻ്റെ അകത്ത് എനർജി മീറ്റർ മാറ്റിയിട്ട് നെറ്റ് മീറ്റർ ആക്കും. വേറെ ഇതിൻ്റെ അകത്ത് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നതല്ലാതെ യാതൊരു മാറ്റവും നിങ്ങൾക്ക് ചെയ്യാനായിട്ടില്ല. അതൊരു ഇന്റർ കണക്ഷൻ മാത്രമാണ്. ഉള്ളിലെ വയറിങ്ങിന് യാതൊരു മാറ്റവും ഇല്ല. പിന്നെ കണക്ഷൻ നൽകുന്ന രീതി ഞാൻ ഈ കാണിച്ച ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അതിൻ്റെ അകത്ത് ACDB വേണം, അത് സോളാറിന്റെ ഭാഗമാണ്. ഇതിൻ്റെ അകത്ത് ACDB വേണം, ECDB വേണം, എർത്തിങ് വേണം. പിന്നെ ഹൈബ്രിഡ് ആണെങ്കിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ലോഡുകൾ ഈ ഇൻവേർട്ടറിൽ നിന്ന് വർക്ക് ചെയ്യിക്കാൻ കാണും. അപ്പൊ അവിടെ നിങ്ങൾക്ക് കുറച്ച് വയറിങ്ങിന്റെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടി വരും. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങൾ ആരെങ്കിലും സോളാർ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ഫീസിബിലിറ്റി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ഒരു കാര്യമുണ്ട്. നിങ്ങൾ സോളാർ ഇവിടെ എല്ലാം വെച്ച് പ്ലാൻ ചെയ്ത് KSEBയിലോട്ട് ചെല്ലുമ്പോൾ അവരിവിടെ ഒരു പരിശോധനയ്ക്ക് വരും. നിങ്ങളുടെ കണക്ഷൻ ലോഡ് ചെക്ക് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി സിംഗിൾ ബേസ് ആ കണക്ഷൻ ഉള്ളത്. നിങ്ങൾക്ക് 4.8 kW ആണ് നിങ്ങളുടെ ബില്ലിന്റെ അകത്തുള്ള കണക്ഷൻ ലോഡ്. അത് നിങ്ങൾ കൂട്ടി ഒരു 6 വരെ അല്ലെങ്കിൽ 7 ആയി. നിങ്ങളത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കി. പക്ഷെ KSEB കൊണ്ടുവന്ന് സോളാറിന്റെ പേപ്പർ കൊടുക്കുമ്പോൾ അവരിവിടെ ഒന്ന് നോക്കും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വയറിങ് നിങ്ങളെ കണക്ഷൻ മാറ്റേണ്ടി വരും, 3 ഫേസ് ആക്കേണ്ടി വരും. നിങ്ങൾ വെച്ചിരിക്കുന്നത് സോളാറിന്റെ സിംഗിൾ ബേസ് ആണ്. അപ്പൊ അത് സിംഗിൾ ബേസ് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തായാലും വയറിങ് 3 ഫേസ് ആക്കേണ്ടി വരും. അപ്പോൾ സിംഗിൾ ബേസ് ഇൻവേർട്ടർ ആയിട്ടും വർക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണക്റ്റഡ് ലോഡ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. വളരെ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങളുടെ സംശയങ്ങളും ഡിസ്കഷൻ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിനകത്ത് പറയാൻ പറ്റും.